അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ആ കണക്കിലെ അവ്യക്തത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ അവർ ഇതിൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ആദ്യം പറഞ്ഞത് 41 പേരുണ്ട്, കഴിഞ്ഞിട്ട് 42 പേരെന്ന് പറഞ്ഞു. ഭക്ഷണം വാങ്ങിച്ചത് 41 പേർക്കാണെന്ന് പറഞ്ഞു. ഇപ്പം നമുക്ക് കിട്ടിയ കണക്കനുസരിച്ച് ഇന്നലെ ആശുപത്രി വന്നത് 14 പേരാണ്. ആ 14 പേരിൽ ഒരാൾ എലൈറ്റിലേക്ക് പോയിട്ട് 13 പേരുണ്ടായിരുന്നു. അതിൽ 2 പേർക്ക് വലിയ ഗുരുതരമായ പരിക്കില്ല, ചെറിയ പരിക്കുകളേ ഉള്ളൂ. ബാക്കിയുള്ള 10 പേരാണ് യഥാർത്ഥത്തിൽ ICയിലേക്ക് കയറ്റിയത്. ആ ICയിലുള്ളതിൽ 2 പേർ വെൻറ്റിലേറ്ററിലാണ്, 3 പേർക്ക് ഗുരുതരമായ സ്ഥിതി ഉണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ബാക്കി ഈ അവശേഷിക്കുന്ന ഓടി രക്ഷപ്പെട്ട 2-3 പേരെ ഞങ്ങൾ കാണാനിട വന്നു. അതിലൊരു പയ്യൻ ഓടി രക്ഷപ്പെട്ട് അദ്ദേഹം വിശദമായി കുറേ കാര്യങ്ങൾ പറഞ്ഞു. 2 സ്ത്രീകൾ നേരത്തെ പുറത്തിറങ്ങിപ്പോയി, ഒരാൾക്ക് കാലിന് പരിക്കേറ്റതും മറ്റൊരാൾക്ക് തലയ്ക്ക് പരിക്കേറ്റ ആളെ ഞങ്ങൾ കണ്ടു. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളെ 2-3 പേരെ കണ്ടപ്പോൾ അവരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോഴും കൃത്യമായി നമ്പർ അവർ പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇനിയും ആ സംഭവ സ്ഥലത്ത് കൂടുതൽ പരിശോധന നടത്തി. ദേവസ്വം ബോർഡ് സെക്രട്ടറി ഗിരീഷ് പറയുന്നത് അവരുടെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന 5 പേരടക്കം അതിലുണ്ടായിരുന്നു. അപ്പോൾ നമ്പർ കൂടാനുള്ളൊരു സാധ്യത തന്നെയല്ലേ കാണുന്നത്? നമുക്കതാ സംശയം, നിങ്ങൾ പറയുന്ന പോലെ തന്നെ. അതുകൊണ്ടാണ് രാവിലെ നമ്മുടെ കിടാവർ ഡോഗ് ഉൾപ്പെടെ വന്നിട്ട് പരിശോധന നടത്തണം എന്നുള്ള നിർദ്ദേശിച്ചിട്ട് പോലീസ് അതനുസരിച്ചുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഫോറൻസിക്കുകാർ വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് വിദഗ്ധ സംഘങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ പരിശോധന നടത്തിയെങ്കിലേ നിങ്ങൾ പറഞ്ഞതുപോലെ ഇനി കൂടുതൽ ആളുകളുണ്ടോ എന്ന് നമുക്കറിയാൻ കഴിയും. ആ അന്വേഷണത്തിലും നമ്മൾ എല്ലാ സ്ഥലത്തും നമ്പറുകൾ കൊടുത്തിരുന്നു. 3 കൺട്രോൾ റൂമുകൾ തുറന്നു. ഒന്ന് റവന്യൂവിൻ്റെ കൺട്രോൾ റൂം തുറന്നിരുന്നു, നമ്മുടെ മെഡിക്കൽ കോളേജിലൊരു കൺട്രോൾ റൂം തുറന്നിരുന്നു, പോലീസ് ഒരു കൺട്രോൾ റൂം തുറന്നിരുന്നു. നമ്പറുകൾ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. എവിടെന്നെങ്കിലും മിസ്സായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ അറിയിക്കാൻ പറഞ്ഞുള്ള മെസ്സേജുകൾ മീഡിയ വഴി ഇന്നലെ തന്നെ കൊടുക്കാനായിട്ട് കളക്ടറെ ചുമതലപ്പെടുത്തിയിരുന്നു. കളക്ടർ അതനുസരിച്ച് ആ സന്ദേശം ഇല്ല. അതാണ് പ്രശ്നം. അതാണ് ഇനി മറ്റുള്ള സാധാരണ കാണുന്നതുണ്ടെങ്കിൽ പോലും അത് കത്തിപ്പോയിട്ടുണ്ടാവും. അതാണ് വിഷയം. അത് പരിശോധിച്ചിട്ട് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ളതായിട്ട് കൃത്യമായ രേഖ നമ്മൾ കാണേണ്ടതാണ്. അത് ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് കത്തിപ്പോയി. ആരോഗ്യനില എങ്ങനെ ഉണ്ടെന്നുള്ളതാണ്. അത് ഇപ്പോൾ നമ്മൾ കേട്ടിടത്തോളം ബേൺസിൻ്റെ ICയിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് വെന്റിലേറ്ററിലാണ് പ്രശ്നങ്ങൾ.